പറയാതെ അറിയാതെ നീ പോയതല്ലേ. ഫാമിലി പ്രോബ്ലം. കപ്പയും ചീനിയും പോലെ ഇരിക്കുന്ന ഇവൾക്ക് കപ്പിൾ ഫോട്ടോസ് ഇട്ടു പോടിയെന്നേ. ആലുവയും മത്തിക്കറി പോയിരിക്കുന്ന നിനക്ക് കിട്ടിയില്ലേ? സാർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പ്രോബ്ലം സാർ. നിങ്ങളൊന്ന് പോവാ സാർ. എന്നാ ഈ ഓൾവേസ് ആൻഡ് ഫോർ അവർ എന്നൊക്കെ എന്ത് യെല്ലോ പീരീഡ് എന്താ ആവശ്യമുണ്ട്? ഞാൻ ഇന്ന് ഒരു പാട്ട് കേട്ടപ്പോ നിന്നെ ഓർത്തു പോയടാ കണ്ണാ. ഏതാടി? ഞാനും ഇന്നൊരു പാട്ട് കേട്ടപ്പോ ഓർത്തുപോയി. അത് നമ്മളന്ന് ഇടയ്ക്ക് പിരിഞ്ഞിരുന്ന ടൈമിലില്ലേ, ആ ടൈമില് ഒരു പാട്ടുണ്ടായിരുന്നു. ഞാൻ അത് കേട്ടപ്പോ ഓർത്തുപോയി. പറയാതെ അറിയാതെ നീ പോയതല്ലേ. കണ്ണാ ഇതെനിപ്പത്തെ ഫേവറേറ്റ് സോങ് ആ. നിനക്ക് കേക്കുന്നുണ്ടാ? കേക്കാം. പാട്ട് നിർത്തിയേ. ഞാൻ വേറൊരു സാധനം കേൾപ്പിച്ചുതരാം. എനിക്ക് നിന്നെ കാണുമ്പോഴേ നിനക്ക് വേണ്ടിട്ട് ഞാൻ ഒരു പാട്ട് എഴുതിയാൽ പാട്ടാക്കി എന്റെ റിംഗ് ടൂൺ ഇട്ട് നീ എന്നെ ഒന്ന് വിളിച്ചേ. കോളി അടി. നിന്റെ നമ്പർ ഞാൻ ബ്ലോക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്തു. ഇല്ല, കോളി ഇട്ട് പോയാ നീ ഇപ്പൊ കോളി അല്ല, ഇത് നീ എന്തിനാ ഓൾവേസ് ആൻഡ് ഫോർ അവർ എന്നൊക്കെ ഇടേണ്ട ആവശ്യം എന്താണ്? എല്ലോ പേജ് എത്ര പേര് കാണുന്നയാ? നാളെ നിനക്കൊരു കുടുംബം വേണ്ടല്ലേ? അപ്പൊ അവനാരെ നീ കെട്ടാൻ പോകുന്ന ഇറക്കണോ? അത് ഞാൻ സമ്മതിക്കില്ല. നിന്റെ സമ്മതമാർക്കാണോ? ഇല്ല ഡാരാ, ഇത് ഞാനേ മന്തി മയണൈസും കൂട്ടി ചോറൊന്നുമല്ല കഴിഞ്ഞോന്ന് ചോദിക്കാനായിട്ട്. ഫാമിലി പ്രോബ്ലം. ചുമ്മാ അങ്ങനെ പോരല്ലേ നീ. ഒരു 5 മിനിറ്റ് പോരെ. ആയിക്കോട്ടെ ചോറങ്ങോട്ടോ. അല്ല, എന്നാലും ഈ ഓൾവേസ് ആൻഡ് ഫോർ അവർ അതാരാ പയ്യൻ? അതിപ്പോ നിനക്ക് എന്തിനാ അറിഞ്ഞിട്ട്? അപ്പൊ നീ എന്നോട് പറഞ്ഞേ 3 ദിവസത്തിനുള്ളിൽ നീ ഒരുത്തിയെ പ്രപ്പോസ് ചെയ്യും, ഞാൻ ഒരുത്തിയെ പ്രപ്പോസ് ചെയ്യുന്ന. പിന്നെ നിനക്ക് എന്താ പ്രശ്നം? ഇത് 3-ാമത്തെ ദിവസം ഇന്ന് നീ എന്താ പ്രപ്പോസ് ചെയ്തോ? അല്ല, എന്റെ ബേബി വരുന്നേ ഉള്ളൂ. അപ്പൊ ആളെ കണ്ടുവച്ചോ? അങ്ങനെ കൂട്ടിക്കോ. നീ കണ്ടു വെച്ചിട്ടില്ലേ? ഇല്ല. ഓശോ, അപ്പൊ കണ്ണന് പെണ്ണില്ലേ? ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. കണ്ണൻ വീണ്ടും മൊണ്ണയായി പോട്ടേടാ. ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ആണല്ലേ? നിന്നോട് ശവവും വീഴും. എന്താടാ അടി വേണോ? കാവ്യന്റെ ഫോട്ടോ ഉണ്ട്. അയ്യോ, നല്ല കുട്ടി, നിനക്ക് ചേരൂടാ കണ്ണാ. കൊച്ചിനെ വിളി, ഞാൻ പറയാൻ വേണ്ടി നീ ഓർമ്മിപ്പിച്ചെന്നായി. കൊച്ചിന്റെ വിളി, കൊച്ചിനെ വിളി. ഞാന് നമ്മളെ അന്നത്തെ വില്ലയില്ലേ, അതിന്റെ ഒരു ലോക്ക് ശരിയല്ല. അപ്പൊ അത് ശരിയാക്കാനായിട്ട് ഞാനും ഇവിടെ പോയായിരുന്നേ. കണ്ണാ പറഞ്ഞു നന്നായി. ഞാനിവിടെ പറയാനിരിക്കായിരുന്നു. എന്തായാലും ഞാൻ പ്രപ്പോസ് ചെയ്തോ. അപ്പൊ ഒരു ഡേറ്റിന് പോവാന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ വില്ല ഫ്രീ ആണെങ്കിൽ നമുക്കൊന്ന് തരുവാണെങ്കിൽ നോക്കണമെങ്കിൽ തന്നാ മതി. ഒരു അരമണിക്കൂർ, 1 മണിക്കൂർ, മാക്സിമം 2 മണിക്കൂർ. സംസാരിച്ചിട്ട് തിരിച്ചു വരാം. സംസാരിക്കാതെ പുതുക്കിയതൊക്കെ സംസാരിച്ചാൽ മതി. വില്ലടുത്തുള്ള സംസാരം വേണ്ടല്ലോ. ഞങ്ങൾക്ക് പ്രൈവസി വേണം. എന്തൊക്കെ പ്രശ്നം. പ്രൈവസി ഒക്കെ വേണം. നാരദ അത് തീട്ടോട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ല, ഈ പുള്ളിക്കാരിനെ പൊസസീവ്നെസ് അടിപ്പിക്കാൻ വേണ്ടിട്ട് കാവ്യസിനെ തോളത്തിട്ടില്ല. അതുപോലെ ഞാൻ എന്റെ കൊച്ചിനെ ആരെ പൊസസീവ് അടിപ്പിക്കാൻ? നിങ്ങൾ അതിനല്ലേ പറഞ്ഞേ, പൊസസീവ്നെസ് അടിപ്പിക്കാൻ വേണ്ടിട്ട് കാവ്യസിന്റെ കയ്യും കാലും പിടിച്ചിട്ട് നാണില്ലാണ്ട് ഞാൻ ഒന്നും നീ ഇത്ര ചീപ്പായിരുന്നോ? പെണ്ണ് കിട്ടിയില്ലെന്ന് വെച്ചിട്ട് നീ ഇങ്ങനെ കണ്ടോ? അയ്യേ, ഞാൻ അങ്ങനൊന്നും ചെയ്യില്ല. നാരദരിപ്പ കിട്ടിയ നാരദരിപ്പ ഊക്ക് കിട്ടിയോണ്ട് അങ്ങനെ പറഞ്ഞ ഊക്ക് കിട്ടിയോണ്ട് അങ്ങനെ പറഞ്ഞ ഊക്ക് കിട്ടിയോണ്ട് അങ്ങനെ പറഞ്ഞ ഊക്ക് കിട്ടിയോണ്ട് അങ്ങനെ പറഞ്ഞ അല്ല ആണോ? വെയിറ്റ് അത് ബെല്ലാരി പിള്ളേരല്ലേ? വെയിറ്റ് ഒറ്റ മിനിറ്റ്. എടാ സോളെ എടാ എന്നെ ദേഷ്യം പിടിപ്പിക്കാനായിട്ടല്ലടാ അവള് ലോറ ഇത്ര നേരം ഫോട്ടോ എടുത്തത്. സത്യം പറഞ്ഞോണേ.
അല്ല ഞങ്ങളുടെ അങ്ങനെയൊന്നും പറയല്ലോ ഒരു കപ്പിൾ ഫോട്ടോഷൂട്ട് എന്ന് പറയാൻ ഒബിറ്റോനെ വിളിച്ചല്ലേടാ. യെസ് എടാ ഒബിറ്റോ സോളെ സത്യം പറഞ്ഞു അത് സത്യമായിട്ട് കണ്ണാപ്പി ഞങ്ങളുടെ പറഞ്ഞു. അടുത്ത് ഞങ്ങളുടെ ഈ പെണ്ണ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഒരു couple ഒന്നും photo പറഞ്ഞില്ല. shoot. ഒരു കപ്പിൾ ഫോട്ടോ എടുക്കുന്ന പിന്നെ സിംഗിൾ കപ്പയും ചീനിയും പോലെ ഇരിക്കുന്ന ഇവൾക്ക് കപ്പിൾ ഫോട്ടോസ് ഇട്ടു പോടിയെന്നേ. പിന്നെ അലുവയും മത്തിക്കറിയും പോലെ ഇരിക്കുന്ന നിനക്ക് കിട്ടിയില്ലേ? ഈ പൂച്ച മീൻ കടിച്ചിടിച്ചോണ്ടെങ്കിൽ പോകുന്ന കണ്ടിട്ടുണ്ടോ നീ? അതുപോലെ നിന്റെ അച്ഛൻ പോകുന്നത്. ആ പറയാൻ തന്തയുള്ളോണ്ട് പിന്നെ കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചു വിളിക്കുന്നില്ല തന്തില്ലാത്തവന്. ഒന്നോടടി തന്തയില്ലാത്തവന് വിളിക്കും വളർത്തുവശം എന്ന് പറയും. വളർത്തുവശം എടാ യശ സത്യം ഇല്ലേടാ. എന്താടാ നമ്മൾ അങ്ങനെയാണോടാ അണ്ണാ? പക്ഷെ ഇപ്പൊ എന്നിട്ട് വളർത്തുദോഷം തന്നെ എന്റെ അപ്പനെ അപമാനിക്കണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്നേ. ആ കാരണം നീ റെമോ സ്റ്റൈലിൽ എന്നൊക്കെ പറഞ്ഞിട്ട് സെറ്റ് ചെയ്തല്ല. ഇല്ല നമുക്കൊരു പരിപാടിക്ക് വല്ല വരുന്നോ കൂടെ? എന്തോരടിയാ? വാ ഉണ്ട് കാര്യം പറ. പാരഷൂട്ടിങ് ഞാൻ ഇന്നവരെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് നിന്റെ കൂടെ ഫസ്റ്റ് ചെയ്താൽ കൊള്ളാന്നുണ്ട്. നീയല്ലേ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. അതെ നിനക്കിന്ന് പെണ്ണ് വരുമല്ലോ. അപ്പൊ ഇന്ന് പെണ്ണ് വരുമ്പോഴത്തേക്ക് ഇന്ന് കഴിഞ്ഞാൽ രണ്ടുപേർക്കും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇന്ന് ചെയ്യാം. വാ എന്നാ ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ? ആദ്യം അല്ലെങ്കിൽ നാളെ മൊണ്ണ അതേ വീണ്ടും ഇറങ്ങി മൊണ്ണ മുന്നിൽ നടന്നു വന്ന് ഷൊട്ട തന്നില്ലാത്തവൻ. നമ്മൾ ഒരുമിച്ചേക്കുന്നേ. അല്ല പറഞ്ഞോ. ഹലോ ബേബി. പറഞ്ഞോ കവി എന്തുറ്റി ബേബി? അല്ല നമ്മള് മറ്റേ സ്ഥലത്ത് പോവാന്ന് പറഞ്ഞിരുന്നില്ലേ? എടാ അപ്പാർട്ട്മെന്റ് ആണോ? അതെ ബേബി പറ ബേബി. അത് ഇപ്പൊ ഇച്ചിരി തിരക്കായി പോയേ. എന്നാലും ഞാൻ കൈയും കാലും പിടിച്ച് ഫോട്ടോ എടുത്താലൊക്കെ അറിഞ്ഞ് ഓക്കെ. അവളുടെ റിലേഷൻ അവിടെ തകർന്നിരിക്കുക. അതിനു വേണ്ടിട്ട് ഞാൻ അത് കൂടെ നിന്നതാ. തകർക്കാനാ? ലാസ്റ്റ് കോൾ 10ാമത്തെ കോൾ ആരാ അടിക്കുന്നേ? ഹലോ ബ്രോ. ഹലോ അക്കുമ്മേനുണ്ടായിരുന്നോ? ശുഭളിയ പറ. എവിടാ ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ 5 മിനിറ്റ് തേ വരുന്നു. അതല്ല ആ കൂടെ പെണ്ണുപിള്ളയുടെ മാമൻ ഫ്ലൈറ്റ് കയറി പോവാന്ന്. മാമനില്ല മാമൻ പോവാന്ന് ഫ്ലൈറ്റ് കയറ്റി വിടാൻ വരാൻ. ശരി കുറച്ച് കഴിഞ്ഞ് വിളിക്കല്ലേ ദൈവത്തെ പ്ലീസ്. ഹലോ എടാ അക്കുമ്മ നമ്മടെ സക്കീറിന്റെ അമ്പൂന്റെ അമ്മയല്ലേ? ബാക്കി കടലിൽ ഒറ്റയ്ക്ക് പോണ്ട്. അതല്ലേ നോണ്ടറാ ബാക്കിലോട്ട് നോക്ക്. ലോറ വാ നടക്ക്. ലോറ വാ. അല്ല ഫസ്റ്റ് അനങ്ങ് നീ അനങ്ങ്. ഞാൻ അല്ലാതെ വേറെ ആരെങ്കിലും അനങ്ങിയ ഷൊട്ട. ലോറങ്ങി വന്നേ. നിന്റെ ഫോൺ തന്നെ എനിക്ക്. നിന്റെ ഫോൺ താ. എന്തിനാ? എനിക്ക് ഡൗട്ട് ഉണ്ട്. ഫോൺ തന്നേ പറ്റൂ. എനിക്കൊരു കാര്യം നോക്കാൻ. എന്താ നിന്റെ ഫോൺ ഞാൻ തന്നല്ലോ. ഇത് എന്റെ ഫോണൊക്കെ തന്നെ ചോദിക്കുമ്പോഴൊക്കെ ഞാൻ നിനക്ക് ഒരു ഇതുപോലെ കൺസം പോലും നോക്കാൻ എടുത്തു തരുമല്ലോ. നിന്റെ ഫോൺ എന്താ തന്നു കഴിഞ്ഞാ ഇതൊക്കെ എന്താ? നോക്കട്ടെ. കണ്ടു പാസ്വേഡ് എത്ര? നിന്റെ നമ്പര്. എന്റെ നമ്പരോ? അടിച്ചിട്ട് 99999. അതല്ലല്ലോ പാസ്വേഡ്. 45 45 45 45.
വെറൈറ്റി. എന്താ സാർ? സാർ ദിസ് ഈസ് എ ഫാമിലി പ്രോബ്ലം. ഇതേപോലെ കുറെ പോലീസുകാർ വന്നിട്ട് ചോദിക്കണം സാർ പ്ലീസ് വെടിവെച്ചിട്ട് ദിസ് എ ഫാമിലി മാറ്റർ സാർ പ്ലീസ് ലീവ് us alone. സാറെ പറ്റത്തില്ല. എന്തൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു നിമിഷത്തിൽ അറസ്റ്റ് ചെയ്യാൻ സമ്മതിക്കത്തില്ല ലോറനെ. ലോറൻ അച്ഛൻ റബ്ബർ വെട്ടി കള്ളനാണെങ്കിലും സമ്മതിക്കത്തില്ല ഈ ഒരു നിമിഷത്തിൽ ലോറൻ അച്ഛനെ അറസ്റ്റ് ചെയ്യാൻ. പ്ലീസ് സാർ എനിക്ക് തന്നില്ല സാർ, ഞാൻ ഓപ്പൺ ആയിട്ടുള്ള കണ്ണമോനെ സുഖാണ് സിഗ്നക്ക് പോയാ സഫാ ബ്രോ താങ്ക് യു സോ മച്ച് 17.9 എവിടെ കാണാറില്ലല്ലോ, തിരക്കാണോ? പക്ഷെ കണ്ണാവി സാർ ഫാമിലി എന്ന് പറയുമ്പോ നിങ്ങള് സാർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പ്രോബ്ലം പ്ലീസ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് പ്രോബ്ലം തീർച്ചയായും നമ്മൾ അതിൽ ബന്ധപ്പെടാൻ പറ്റും സാർ. ഹസ്ബൻഡ് ആൻഡ് വൈഫ് പ്രോബ്ലം സാർ. മാഡം മാഡത്തിനോട് സ്നേഹം കൊണ്ട് പറഞ്ഞല്ലേ സാർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പ്രോബ്ലം സാർ. നിങ്ങളൊന്ന് പോവാ സാർ. വൈഫി വരൂ വൈഫി മാഡം യു ക്യാൻ ഡു ഇറ്റ്. ലുക്ക് അറ്റ് ഹി ഈസ് ക്യൂട്ട്. ഇത്രയും സുന്ദരനും സുമുഖനുമായ ഒരു സാറിന് മാഡത്തിന് എവിടെ വൈഫി ഞാൻ കണ്ണാപ്പി സാറായിട്ട് പറയില്ല, ഇത്ര സൽസ്വഭാവിയായിട്ടുള്ള ഒരാളെ നമ്മുടെ സിറ്റിയിൽ വേറെ ഇല്ല. സൽഗുണ സമ്പന്നനും. അതെ പക്ഷെ ട്രൂ ലവ് ഒക്കെ വല്ലപ്പോഴേ വരുള്ളൂ. ആ സാറിന്റെ സംസാരം കേട്ട മാഡത്തിനോട് നല്ലൊരു നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി തരാം മാഡം. തീർച്ചയായും കെ പി സാർ ഫുൾ ചെലവ് കെ പി സാറ്. അതെ നമുക്ക് ഇവിടെ ഒരു സ്റ്റേജ് ഒക്കെ വെട്ടി വിശ്വാറാക്കാം. കണ്ണാപ്പി സാറ് കണ്ണാപ്പി സാറിന് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല, അദ്ദേഹം വിതുമ്പുകയാണ്. കണ്ടില്ല സാറേ എന്റെ ആരുമല്ല, നിങ്ങൾ ഇനി അപവാദം പറഞ്ഞാൽ നിങ്ങൾക്കെതിരെ ഞാൻ പേടിക്കൊണ്ട് ബലസാറിന് കേസ്. അല്ല അപവാദം അല്ല, നമ്മളൊരു പോസിബിലിറ്റി ഓഫ് ലവ് പറഞ്ഞതല്ലേ മാം. പറ്റത്തില്ല സാർ, ഇങ്ങനെ ഒരു കൊച്ചിനെ മൊത്തമൊക്കെ അനാവശ്യം പറയരുത്. നാളെ കല്യാണാലോചന വന്ന് എന്ത് ചെയ്യും? കല്യാണം കഴിക്കണം പറ്റൂല. അതും പറ്റൂലേ? ഇതെന്താ നിന്റെ ഗാലറി തുറന്നു കഴിഞ്ഞാൽ ബോയ്സ് ഹോസ്റ്റലാണല്ലോ ഇത്. ഓ പിന്നെ ഗാലറി ഗേൾസ് ഹോസ്റ്റലില്ലേ? ഇതെന്താണ് ലോറ ഇത്? തരകണി ബോയ്സ് ഹോസ്റ്റലാണല്ലോ ഞാനിപ്പോ കണ്ടത് നിന്റെ ഗാലറിയില്. എന്റെ ഫോൺ ഇപ്പൊ ഇച്ചിരി പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. തന്നില്ല അടിച്ചു കൊല്ലു. ടാറ്റു ഒരുമിച്ചുണ്ടോ? ഡീനും ടീം ബാഡ്ഫോർഡ് ഒരുമിച്ചുണ്ടോ? സാറേ ഫാമിലി പ്രശ്നം തല്ലിക്കൊന്ന കുഴപ്പമില്ലല്ലോ. അല്ല ചോദിക്കുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണ് കുഴപ്പമില്ലല്ലോ. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണ് കുഴപ്പമില്ല, അല്ലാതാണ് തല്ലിക്കൊന്ന കേസ് എടുക്കാറുള്ള വകുപ്പൊക്കെ അവർക്കുണ്ട്. സാറേ എന്റെ ആങ്ങളെ ഒന്നല്ലേ ഇവിടെ ഇവളെ എടുത്തുള്ളത് ആങ്ങളാക്കാൻ പറ്റത്തില്ല. വൈഫാണ് ഞാൻ ഓക്കെ. നിങ്ങൾ ആദ്യം ഒരു ഇതിലെത്തി എന്താണെന്നുള്ളത്. പച്ച മഞ്ഞ നീല ചോപ്പ് നീന്റെ മടവില്ല. എത്ര പെണ്ണുങ്ങളായത്? ഒത്തിരി ഒന്നുമില്ല, അതൊക്കെ എന്റെ പെങ്ങന്മാരാണ്. അപ്പൊ ഇതെന്റെ ആങ്ങളമാര്. ഇതെന്താ പെണ്ണിന്റെ കൂടെ ബോട്ടില്? ബോട്ടിലല്ല റൂമാ. പെണ്ണ് ഏത്? നീ എപ്പോഴാ മഞ്ഞ ഡ്രസ് ഇട്ടേ? ആമ്പിള്ളാരാകുമ്പോ റൂമിലൊക്കെ കയറുന്നവരായിരുന്നു. ഇത്ര പ്രശ്നം എന്താ? എനിക്ക് പ്രശ്നമില്ല, നീ കയറിക്കോ. പിന്നെന്താ? എനിക്ക് പേടിയാ, കഴിവില്ലാത്തോണ്ട് ഏത് പെണ്ണും സേഫ് ആയിരിക്കും. ഹലോ ഹലോ, അത് ഞാൻ അല്ല, അത് ബാബുച്ചേട്ടും ജെന്നിഫറും കൂടെ കയറിയതാ. ആയിക്കോട്ടെ. ബാബുച്ചേട്ടും ജെനിയില്ലേ ജെനി? കഴിവുള്ളവരെന്ത് കാണിക്കും? ജെനിഫർ അല്ല, ജെനി എന്ന് പറഞ്ഞൊരു കൊച്ചില്ലേ, ജെനി ജെനി. മറ്റേ മായാവിയുടെ ഒരു സഹോദരി. അറിയാം. ആ ജെനിയും ബാബുച്ചേട്ടൊക്കെ അറിയാം. വാ നമുക്ക് പാരഷൂട്ട് പാരാഗ്ലൈഡിങ് ആയിട്ട് വരാം. വാ. കാവ്യനെ വിളിക്കുന്നില്ലേ? കാവ്യയുടെ നമ്പർ എവിടെ? എടാ പാരഷൂട്ട് എവിടെടാ മേടിക്കുന്ന? പാരഷൂട്ട് മന്ദാരം ആണോ? അതെന്താ ബ്ലാക്ക് മണി ആണോ? കർമ്മ
ഇതാണോ കർമ്മ? ഇവൾക്ക് എന്റെ കിട്ടിയന്റെ അലീന ഈ പെമ്പിളാരല്ല ഇത് എങ്ങനെ ഒറ്റക്കെട്ട? ഡാഡി നിന്റെ ഡ്രൈവർ ഓടിക്കാൻ നീ പറയുമ്പോ തൊളിച്ച് വണ്ടി എടുക്കാൻ വേണ വണ്ടി എടുറി ഡാഡി പോണേ. ഡ്രൈവറെ കണക്ക് പറയുന്നത് എന്റെ പട്ടി എടുക്കും വണ്ടി. ആ എന്റെ വണ്ടി ഇല്ലല്ലോ എടുക്കാനായിട്ട്. ആ കേറ് കേറ് കേറ്. പട്ടി എടുത്തോ? കറക്റ്റ് പട്ടി കറക്റ്റാ. എന്റെ പട്ടി എടുക്കും എന്റെ വണ്ടി ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇത് കണ്ടവന്റെ വണ്ടിയാ. ഇപ്പൊ നിന്റെ പട്ടി കറക്റ്റ് കണ്ടവന്റെ വണ്ടി ചുമ്മാ എന്റെ പഴയ സിഗ്മ സ്വഭാവം എടുപ്പിക്കരുത് മനസ്സിലായി? നിനക്കറിയാം നീ പണ്ട് ലോറ എന്ന് പറഞ്ഞ ഒരുത്തിയെ ഈ സിറ്റിയില് മുട്ട് പറിച്ചിട്ടുണ്ട് മനസ്സിലായോ? എന്നോടൊന്ന് സംസാരിക്കാൻ. നീ ഇല്ലെന്ന് നിനക്ക് പറയാമോ? നീ പേടിക്കും, നീ പേടിക്കും. പണ്ട് നീ പേടിക്കും എന്നോട് സംസാരിക്കാനായിട്ട് മനസ്സിലായോ? നീ പേടിക്കുന്നില്ല. നീ ഒരു കള്ളി അടി കള്ളി. നിനക്ക് എന്നെ ഭയങ്കര പേടിയായിരുന്നു മനസ്സിലായോ? ഭയങ്കര പേടി. അറിഞ്ഞാലല്ലേ പേടിക്കത്തുള്ളൂ. ഇതെന്താ കോണ്ടാക്ട്സ് എടുത്തു കഴിഞ്ഞാൽ ബോയ്സ് ഹോസ്റ്റല്? എന്റെ കോണ്ടാക്ട്സ് നീ ഒന്ന് എടുത്തു നോക്കിയേ. ഒറ്റ മനുഷ്യല്ല. നമ്പര് വാങ്ങും. അത് സ്വാഭാവികം. നിനക്ക് എന്ത് കണ്ടാ ഞാനിപ്പോ ആണുങ്ങളോട് കമ്പനി പിടിച്ചോ? ആ വേണ്ട നിന്നെയൊക്കെ കെട്ടാൻ പോകുന്നവന്റെ അതോ ഗതി. നീ അല്ലല്ലോ എന്തായാലും. അതൊക്കെ നീ പേടിക്കണ്ട. ബാക്കിയുള്ള ഞാൻ നോക്കിക്കോളാം. എന്റെ ബേബി ഒന്ന് വരട്ടെ നാളെ സിറ്റിയില്. അപ്പൊ ഇന്നാണല്ലോ പ്രപ്പോസിംഗ് ഡേറ്റ് പറഞ്ഞത്. നീ പെണ്ണ് വന്നിട്ടില്ലെന്നല്ലേ പറഞ്ഞേ? എടാ ഇതെവിടാടാ? എടാ പാരഷൂട്ട് മേടിക്കുന്ന പാരഷൂട്ട് മേടിക്കുന്നേ അവിടെ എന്തുവാ? ബ്ലാക്ക് മണി ആണോ വൈറ്റ് മണി ആണോ? അതെവിടാ വെപ്പൺ ഷോപ്പ് എവിടാ? ആ പറ. ഞാൻ എന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കേ. ഞാൻ ഇങ്ങനെ നിന്നെ കളിയാക്കുമ്പോഴും നിന്നോട് ദേഷ്യപ്പെടുമ്പോഴും നിനക്ക് എന്തെങ്കിലും വിഷമം വരുന്നുണ്ടോ? അങ്ങനൊക്കെ ചോദിച്ചാ അങ്ങനത്തെ വിഷമൊന്നുമില്ലടി. എന്ത് വിഷമം? നമ്മളെ സ്നേഹിക്കുന്നവരല്ലേ നമ്മളെ കളിയാക്കുന്നേ. കളിയാക്കുന്നുള്ളൊരു ബോധം പോലും ഇല്ല. അങ്ങനെ ബോധം വിഷമം വന്നേ മന്ദബുദ്ധി. ഹലോ എന്റെ കയ്യിലാ ഫോൺ. ഞാൻ കണ്ണന്റെ പെങ്ങളാ. ഇതാരാ? കണ്ണന്റെ പെങ്ങൾ. പെങ്ങളല്ല, ഇതാരായിരുന്നു? കണ്ണന്റെ ഹസ്ബൻഡ് അല്ല ചവൈൻ. ഇതൊക്കെ ആര് ഈ സമയത്ത് വിളിക്കുന്നത്? ഇതാരായിരുന്നു ഇതോ? വേഗം ചില്ലടെത്തിക്കോ. ഗോള് കംപ്ലീറ്റ് ആയിരുന്നില്ലേ? ഹലോ, ഫോൺ നിന്റെ കയ്യിലാന്ന് ഓർത്തുപോയല്ലേ? ഇതാരാ വിളിച്ചേ? ഏതോ ഒരു ചിമ്പു. ആരാത്? ലൊക്കേഷൻ പറഞ്ഞു എടുത്തോ? ആ ഫോണൊന്നും തന്നെ തരാൻ പറ്റത്തില്ല, സോറി. ആണോ? ഇനി ആ ഫോൺ നീ വെച്ചോ, ഈ ഫോൺ ഞാൻ വെച്ചോളാം. ഇതെന്താ ലവ് ടുഡേ മൂവിയോ? ഹലോ, അങ്ങനെ അങ്ങ് കൂട്ടിക്കോ. ഇതെന്താ കണ്ണാപ്പി ഡിപ്രഷൻ ഇമോജി ഇങ്ങനെ? ഇതെന്ത് തിരിഞ്ഞു പോന്നു? ഇതെന്ത് സംഭവം?
ഡിപ്രഷൻ അല്ല, തലോടുന്ന ഇമോജിയാ. തലോടുന്ന ഇമോജി അല്ലേ? ഹെൽത്തി ഹെൽത്തി ഹെൽത്തി. ഞാൻ വെയിറ്റ് ചെയ്യും. ഹലോ. ആ വാങ്ങാം വാങ്ങാം. നീ കണ്ണാപ്പിയുടെ തോളത്ത് ഇറക്കിയോ? കണ്ണാപ്പി നിന്നെ എടുത്തോളൂ. അയ്യോ അവനെ എന്നെ കൂടെ എടുക്കോ? എനിക്ക് 85 കിലോ ഭാരം ഉണ്ട്. അതൊന്നും വിഷയല്ല. അല്ലേ ഞാൻ നിന്റെ തോളത്ത് കയറാം. അതുവരെ അതാകുമ്പോ നല്ല ഞാൻ കെട്ടിക്കോളാം. ഫോണിൽ പണി വന്നോ? അല്ല എന്റെ ഫോണാ. അതെ കൊച്ചിന്റെ ഫോണ് ചെക്ക് ചെയ്തോണ്ടിരിക്കുവാണോ ലൈൻ വല്ലതും ഉണ്ടോന്ന്? അറിഞ്ഞൂടാ. ചേട്ടനായി പോയില്ലേ? തൂക്കോ വല്ലതും തൂക്കോ. അവളുടെ ഫോട്ടോ ഇട്ടേക്കാം. കാണാത്തരൊന്നുമില്ല. മറ്റേ ഹൈഡിന്റെ പാസ്വേഡ് ഒക്കെ പറഞ്ഞു കൊടുത്താ നീ. ഹൈഡോ? ഫോണിൽ ഹൈഡ് വല്ലതും ഉണ്ടോ? ഹൈഡ് എനിക്കില്ല. ഉറപ്പാണോ? ശിവന്റെ ഫോണിലുണ്ട് ഒരു മഞ്ഞ ഡ്രസ്സിൽ എന്തോ വീഡിയോ ഒക്കെ. എടാ കിട്ടി. ഇപ്പൊ എടുക്കും. എടാ എനിക്കടാ ചില്ലിയാടനെ ഉണ്ടാക്കുന്ന ഒറ്റയ്ക്ക് പാരഷൂട്ടിലൊന്നും ചാടാൻ ഒരു കൊതിയായടാ. എന്തായാലും പിഗി ബാഗ് ആന്താളിയാ? എനിക്ക് മനസ്സിലായില്ല. എന്താളിയാ? എന്താടാ മന്ദാരം? എനിക്ക് മനസ്സിലല്ലോ. നിനക്കറിയാവോ ടി വിയിൽ ഇപ്പൊ 3 പേരുള്ളു സിംഗിൾ ആയിട്ട്. ടി വി ഫരിന്ദാസ്, ടി വി കണ്ണാപ്പി, ടി വി മന്ദാരം. എന്റെ ലിസ്റ്റ് എന്റെ ഇത്രേ ഉള്ളു. അപ്പൊ ടി വി കുറിപ്പ് ലിസ്റ്റ് എന്റെ. എടേ അളിയാ, ചിമ്പു എന്നെ വെണ്ടിടിച്ചു കൊന്നവൻ. അവനന്ന് ചത്ത് കിടന്നപ്പോ ഇറങ്ങിയെന്ന് പറയുവാന്നേ. കൊന്നത് അവൻ മറ്റേ എന്തോ ഗെയിമിംഗ് ആണവനെ. എടാ നിന്നെ സി എഫിന്റെ ഗ്യാങ്സിന്റെ വണ്ടി എടുത്ത് പുണ്ടച്ചി വിളിക്കുന്നു. മന്ദാരം ഒന്ന് വന്ന പെട്ടെന്ന്. മന്ദാരം ഒന്ന് പെട്ടെന്ന് വന്നടാ. മന്ദാരം സി എമ്മിന്റെ ഗ്യാങ്സിന്റെ വണ്ടിലോട്ട് വന്നാടാ. സാമാനം എടാ വന്നേ മന്ദാരം വന്നേ. കാര്യമായിട്ട് പറഞ്ഞേ, തമാശല്ല. എന്നെ കണ്ടുള്ളപ്പോ ഞാൻ പേടിക്കുന്നേ. എല്ലാ മോളെ. ഹലോ ഷിബു പറ. അളിയാ ഫോൺ അവളുടെ കൊടുത്ത. അളിയ എന്താ കാര്യം പറ. കാര്യം എന്താന്ന് പറ. ചേട്ടാ മാമൻ പോയെന്ന് പറയാൻ പറഞ്ഞു. മാമൻ പോയെന്ന് പറയാൻ പറഞ്ഞോ? ആദ്യം പറയാം. അതിപ്പോ നല്ലൊരു സന്ദർഭത്തിൽ എങ്ങനെ പറയും? നല്ല സന്ദർഭം. ഞാൻ നല്ലൊരു സന്ദർഭത്തിൽ കാട്ടി നിൽക്കുക. എന്ത് സന്ദർഭം? എടാ അളിയ ഞങ്ങള് ചില്ലിയാട് പോവാൻ നിക്കുക. നീ ഒന്ന് വെച്ചേ. നാശത്തിലേക്കാണ് നിന്റെ പോക്ക്. ഞാനിപ്പോ മൊത്തം കാട്ടി നിൽക്കുവായിരുന്നു ആ സമയത്ത്. നീ വിളിച്ചപ്പോ വിളിക്കാം. ഇതെന്തിനാ എന്റെ ഫോൺ എടുത്ത് വിളിക്കുന്നത്? എന്റെ ഫോൺ ഞാനും കണ്ടവരെ വിളിക്കേ. ഞാൻ കണ്ട ആമ്പിള്ളേരെ വിളിച്ചിട്ട് ഞാൻ ലോറയാണ് ഇഷ്ടമാന്ന് ഞാൻ പറയും. ഇപ്പൊ ശബ്ദം മാറ്റി ആണോ? എന്നാ വെയിറ്റ്. സിറ്റിയിലെ ഏറ്റവും ഭരചന്ദ്ര സാർ, നീ പോലീസിൽ തന്നെ. സി എം ഗ്യാങ്സ് ഉണ്ട്. സി എമ്മിന്റെ ഗ്യാങ്സ് ഉണ്ട്. വന്നേ മന്ദാരം. ഇതാരാ നിന്റെ കോണ്ടാക്ട്? അസെന്ന് പറഞ്ഞ് സേവ് ചെയ്തേക്കുന്നേ.
നേരത്തെ മലയാളത്തിലെ പറഞ്ഞല്ലോ അതിനെ തൂക്കിയെന്ന്. ഹസ്സെന്ന് പറഞ്ഞ് സേവ് ചെയ്തേക്കുന്ന ആരാ? ഒന്ന് കാണിച്ച് ഒന്ന് വിളിച്ച് ആ ഫോൺ നമ്പറിലോട്ട്. നമ്പറിലോട്ട് വിളിച്ചു നോക്കട്ടെ. എന്നാ നിന്റെ നമ്പറായിരിക്കടാ. വെക്കടാ പട്ടി. ഇതെന്താ ലോറ? എന്താ അങ്ങനെ സേവ് ഫോൺ ചെയ്തേ? കാണിച്ചേ, ഫോൺ കാണിച്ചേ, ഫോൺ കാണിച്ചേ. തരത്തില്ല. നിന്റെ അടുത്ത് ഇത്ര നേരം എന്റെ ഫോൺ ചോദിച്ചിട്ട് തന്നില്ലല്ലോ. പാടാ കൈ വെക്കടാ. പിന്നെ ഇവിടെ 2 ഗ്യാങ്ങുകാർ എന്നെ തട്ടിക്കൊണ്ടുപോയിട്ട് ഞാൻ പേടിച്ചിട്ടില്ല. പിന്നെ നിന്നെ പോലെ ഒരു പീറ 2 കാലുള്ള പെണ്ണ് പോടിയെന്ന്. പെണ്ണ് പോലെ അല്ലല്ലോ ഗ്യാങ്. ആ മനസ്സിലായോ? ഈ ഫോൺ തീർക്കത്തില്ല. ഫോണിങ് മര്യാദ. നീ എന്തിനാ ഹസ്സെന്ന് പറഞ്ഞത് സേവ് ചെയ്തത്? നിനക്ക് എന്താണ് ഇങ്ങനെയൊക്കെ സേവ് ചെയ്ത് എന്തിനാ? അതിന്റെ റിപ്ലൈ ഞാൻ നിന്റെ ഫോണിൽ സേവ് ചെയ്തിട്ടുണ്ട്. നീ ആ ഫോൺ ഇങ്ങട്. ആദ്യം എന്റെ ഫോൺ താ. നിന്റെ ഫോൺ ആദ്യം താ. നിന്റെ ഫോൺ ആദ്യം താ. നിന്റെ ഫോൺ നീ എന്റെ ഫോൺ ആദ്യം താ. നിന്റെ ഫോൺ ആയതാ. നിന്റെ ഫോൺ താ. അതിപ്പോ നീ എന്തോ സേവ് ചെയ്തേക്കെന്ന് പറ. ഞാൻ എന്റെ പറഞ്ഞല്ലോ. ഇല്ല. എന്നാ ഫോൺ കിട്ടാൻ പോകുന്നില്ല. നിനക്ക് ജീവിതത്തിൽ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ഇതാര്? ഞാൻ MLA യോ? അളിയനിയുടെ CMന്റെ GHന്റെ ഫ്രണ്ടില്. ഫോൺ ഇട്. അളിയ നിന്നെ തപ്പിതേ ഒരുത്തത് ഇവിടെ വന്ന് നിക്കുന്നു. സിംബു എന്നാ പേര്. അത് ഫോൺ താ. എന്നിട്ട് നീ ഇത് കണ്ടിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നീ അത് സ്വീകരിച്ചു. ഞാനും സേവ് ചെയ്തിട്ടുണ്ട്. കണ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പേരാ. വേണ്ട. നീ കണ്ണം മൊണ്ണേന്നോ അങ്ങനെ വല്ലതൊക്കെ നീ സേവ് ചെയ്യുന്നേ. അല്ല നീ എങ്ങനെ സേവ് ചെയ്യുന്നേ? ലോറ നിന്റെ പേരല്ലേ? നിന്റെ പേരല്ലേ? ഫോണിങ്ങതാ. നിന്റെതാ. ഫസ്റ്റ് ലേഡീസ് ഫസ്റ്റ്. കണ്ണ ഫസ്റ്റ്. ലേഡീസ് ഫസ്റ്റ്. കണ്ണ ഫസ്റ്റ്. ലേഡീസ് ഫസ്റ്റ്. കണ്ണ. ലോറേ. കണ്ണ. ഇപ്പൊ വരാവേ.